എൻ്റെ കയ്യിലിപ്പോൾ ഒരു $10,000 ഉണ്ടെങ്കിൽ ഞാനത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? നമ്മളൊരു $10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇയർലി നമ്മളൊരു പ്ലോട്ട് വാങ്ങും. അതിന് നമുക്കൊരു ഇയർലി 20% 30% ആകും മാക്സിമം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ടിംഗ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോസിൻ്റെ ബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ എത്ര നല്ല ഒരു 40% കൂട്ടിക്കുക. 40% കൂട്ടുകയാണെങ്കിൽ ഇയർലി 40% നമുക്ക് റിട്ടേൺസ് കിട്ടുന്നു ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ മാസത്തിലേക്ക് അത് എടുക്കുമ്പോൾ 3.2% 3.1% നമുക്ക് അതിൽ മന്ത്ലി കിട്ടുക. ചിലപ്പോൾ 2% ആവാം, 30 2 ആവാം. അപ്പോൾ മാക്സിമം ഒരു 4% കൂടിയോ. ട്രേഡിംഗ് അക്കാഡമി പഠിപ്പിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ നോർമൽ ട്രേഡ് 4% റിസ്ക് എടുത്തിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോസും പ്രോഫിറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി എന്തുണ്ടാവും, ഒരു 4 to 10%. അത്യാഗ്രഹമില്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില മാസങ്ങൾ 5% ആവാം, പക്ഷെ മറ്റേ മാസം എന്താവും 20%ആയിട്ടുണ്ടാവും. അത് കൂടും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വർഷം നീ കൊണ്ടുപോയിടുന്ന $10,000 ഒരു വർഷം കൊണ്ട് $12,000 ആയിട്ട് നിനക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്. ടോട്ടൽ നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കം $22,000 നിനക്ക് കിട്ടുകയാണ്.